കൊള്ളാവോ അമ്മേ? പിന്നെ നല്ലതല്ലാതെ എന്തെങ്കിലും എടുക്കുവോ നീ? നാളെ ഇതൊക്കെ ഇട്ട് എന്റെ മോൻ മണ്ഡപത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ഇപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങി ഞാൻ. ആ ദേ വരുന്നുണ്ട് നിന്റെ തല്ലിപ്പൊളി കൂട്ടുകാരൻ. ദേ നാളെ കല്യാണമാ. അവന്റെ കൂടെ എങ്ങോട്ടും ഇറങ്ങിപ്പോയി കളയരുത്, കേട്ടല്ലോ? എന്താ ശരവണ? സാറിനൊരു കൊട്ടേഷൻ വന്ന് വീണു. അതെന്റെ തലയ്ക്കാ. ആരാ? സുരേന്ദ്രൻ പിള്ളയ്ക്കെതിരെ കമ്മീഷണർ ഓഫീസിൽ ഞാൻ സാക്ഷി പറഞ്ഞില്ലേ, അതെനിക്ക് കൊട്ടേഷനായി. ഏത് സമയം അവരെന്നെ വെട്ടും. പതുക്കെ പറ, അമ്മ കേൾക്കണ്ട. ഞാനിപ്പോ എന്താ വേണ്ടേ? തൽക്കാലം ഒന്ന് മാറി നിൽക്ക്. നാളെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കല്യാണം കഴിഞ്ഞിട്ടെന്താ, വല്ല കുഴപ്പത്തിന് പോവാ രണ്ടുപേരും? ഇല്ല ഇല്ലമ്മേ. നീ പൊയ്ക്കോ ശരവണ, നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ശരി ചെല്ലു. എന്താടാ കാര്യം? ഏയ് ഒന്നുമില്ല, അവൻ ചുമ്മാ വെറുതെ. സാമ്പാറിന്റെ കൂടെ പിന്നെന്താ വെക്കാമേ? സാമ്പാറും പിന്നെന്താ വെക്കാന്ന്? ഉണക്കമീൻ വെച്ചാലോ അമ്മേ? അപ്പൊ ഉണക്കമീൻ വെക്കണം. അല്ല സാമ്പാറും. അച്ഛൻ്റെ കയ്യിൽ ഇതെന്താ? എന്താ ഇതൊക്കെ? കൊറേ തുണിത്തരങ്ങളാ മോളെ, എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. അയ്യോ, എന്തിനാ വെറുതെ കാശ് കളഞ്ഞേ? വെറുതെ ഒന്നുമല്ല, കല്യാണമല്ലേ, എല്ലാരും പുതിയതല്ലേ ഇടേണ്ടത്. എന്താ എന്താന്ന്? അച്ഛനെ എല്ലാവർക്കും ഡ്രസ് എടുത്തു. എല്ലാവർക്കും എടുത്തോ? ആ എല്ലാവർക്കും, നിനക്കും എടുത്തിട്ടുണ്ട്. ആ വില കുറഞ്ഞത് വല്ലതും ആയിരിക്കും. ഈ അല്ല, നിനക്ക് ഞാനൊരു 50,000 ബനാറസ് എടുത്തോണ്ടും തരാം. വേറെ എടുത്തോണ്ട് പോവും. എനിക്കേതാ? ഇത് ഏത്? ഇതാന്ന്. അയ്യോ, ഈ കളർ എനിക്ക് ഉണ്ട്. എന്നാ നീ ഉടുക്കണ്ട, ഇന്ന് വന്നേര്. അതൊന്നും വേണ്ട, എന്തേലും കൊണ്ടുവന്നല്ലേ. കൊള്ളാലോടി, നന്നായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആ മോളെ, ഇതെന്താ തീരെ പ്രതീക്ഷിക്കാതെ? ഇവൻ ഇങ്ങോട്ട് വരണമെന്ന് ഒരേ നിർബന്ധം. എന്താ ഇന്ദ്രേട്ട അത്യാവശ്യമായിട്ട്? ഒന്നുമില്ല സീതേ, എനിക്ക് ഷർട്ടും മുണ്ടും എടുത്ത കൂട്ടത്തില് നിനക്കൊരു സാരി കൂടി എടുത്തു. ആ ചടങ്ങിന് ഇത് കൊടുക്കാം. അതെന്തിനാ മോനെ, ഞങ്ങൾ ഇവിടെ പുടവയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതല്ലേ അതിന്റെ ഒരു രീതി. രീതി ആചാരം ഒന്നും നോക്കണ്ട, ഇവന്റെ ഒരു ആഗ്രഹമല്ലേ. ഇന്ദ്രേട്ടന്റെ മോഹം പോലെ ആയിക്കോട്ടെ, ഇങ്ങി തന്നേക്കൂ. കല്യാണം കഴിഞ്ഞില്ല, അതിനു മുമ്പ് ഏട്ടൻ എന്നെ മറന്നു. അമ്മയ്ക്കെങ്കിലും എന്നെ ഒന്ന് ഓർക്കായിരുന്നു, ഒരു ബ്ലൗസ് പീസ് എങ്കിലും വാങ്ങിത്തരായിരുന്നു. നീ ഇങ്ങനെ പരിഭവം പറയല്ലേ, വേണ്ടതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് പോരെങ്കിൽ ഇതുകൂടി വെച്ചോ. സീതയും വന്നേ.
വിവാഹം കഴിഞ്ഞാൽ എന്തു ചെയ്യും സീതേ? നീ അങ്ങോട്ട് പോന്നാ ഇവിടുത്തെ കാര്യങ്ങൾ കുഴപ്പമാവോ? ഞാൻ ഈ കാര്യം അങ്ങോട്ട് സൂചിപ്പിക്കാനിരിക്കുകയായിരുന്നു. അച്ഛന്റെ കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. മരുന്നിന്റെ ഡോസും തവണകളും ഒക്കെ അറിയാവുന്നത് എനിക്കാ. പിന്നെ ആഹാരപഥ്യവും ഒക്കെ പ്രശ്നമാ. അർച്ചനെ ഏൽപ്പിക്കാന്ന് വെച്ചാ അവള് കൃത്യമായിട്ട് ഒന്നും ചെയ്യില്ല. ആ, അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. എല്ലാവരും കൂടെ അവിടെ ഒന്ന് താമസിക്കട്ടെ. അതല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നാലും മതിയല്ലോ. ആ, എന്തായാലും അമ്മയോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. ഇതാ ഇന്ദ്രേട്ടാ ഞാൻ ചോദിക്കാനിരുന്നത്. അത് ഇങ്ങോട്ട് പറയാന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ ചോദിക്കാൻ പോകുന്നത് ചോദിക്കും മുമ്പേ ഞാൻ അറിയണ്ടേ സീതേ? എന്താ ശരവണ? എന്താ ഇന്ദ്രേട്ടാ? ഏയ്, ശരവണിന് ചെറിയ എന്തോ ഒരു പ്രശ്നം. ഞാനൊന്ന് പോയിട്ട് വരാം. കിട്ടിയോടാ ഒരുപാട്? കിട്ടി. ഒരുത്തനെങ്കിലും തീർക്കാനാ ഞാൻ നോക്കണേ. ടൂൾസ് കയ്യിലില്ലാതായിപ്പോയി. ജാക്കിൽ ഇവർ കിടപ്പുണ്ടോ വണ്ടിയില്ല? എന്തോ നാട രഘു, ആരുടെയാ കൊട്ടേഷൻ? കയ്യോ കാലോ അതോ തലയോ? കൈയും കാലും. സുരേന്ദ്രൻ മുതലാളിക്കെതിരെ സാക്ഷി പറഞ്ഞേനാ. കുറ്റം ഞങ്ങളേക്കും. എന്തിനായിട്ട് ഇതിലെ ഇടപെടേണ്ട ബെറ്റാക്കി. അങ്ങനെ വിട്ടാ പറ്റത്തില്ലടാ. ഇവൻ എന്റെ ചെറുക്കനാ. ദേഹത്തൊരു പൊടിമണൽ വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. കൊട്ടേഷൻ അഡ്വാൻസ് എത്രയാണെന്ന് വെച്ചാ അതങ്ങ് മടക്കി കൊടുത്തേര്. എത്രയാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം. അത് പറ്റില്ല എന്തിനേട്ടാ. കൊട്ടേഷന്റെ രീതി ഞാൻ പറയാതെ എന്തിനെ അറിയാലോ. ഏറ്റതുപോലെയാ. നിക്കടാ. തുടരുതെന്ന് ഞാൻ പറഞ്ഞ പിന്നെ തുടരുത്. ശരവണ വേണ്ട. തീർത്തുകളായി നിന്നെയൊക്കെ. അടച്ച് കൊള്ളവനെ. പറഞ്ഞില്ലേ ഞാൻ എന്റെ ചെക്കനെ തുടരുന്നു. നടുവോടാണോ അഭ്യാസം? പിടിച്ചു കേട്ടാണേ. എന്താണ്
എന്താടാ ഒന്നുമില്ല. കൈവിട്, പിടിവിട്. ആ നിന്നോട് ഇത് പ്രത്യേകിച്ച് പറയണോ? കയറാൻ വേണ്ടിയില്ലേ? ആ, ഞാൻ കേൾക്കോളാം സാറേ. എടാ ഇന്ദ്ര, നിന്നെ സൗകര്യത്തിന് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു. പോയി കയറാൻ വേണ്ടിയില്ലേ? എന്താ രമേശ? ശ്രീദേവിയമ്മേ, ബൈപ്പാസിൽ വെച്ച് ഇന്ദ്രേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈശ്വരാ, എന്തിനാ? എന്തോ തല്ലേസാ. കുറെ ഗുണ്ടകളെ ഇന്ദ്രേട്ടനെ അടിച്ചു വീഴ്ത്തി. അയ്യോ, കൂടെ കള്ള ശരവണനുണ്ട്. എനിക്ക് തോന്നി അവന്റെ പതുങ്ങിയുള്ള വരവ് കണ്ടപ്പോ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇനിയിപ്പൊ എന്തു ചെയ്യും? എന്ത് ചെയ്യാനാ? പോലീസുകാരെ കൈകിട്ടിയ അവര് വെറുതെ വിടും. നാളെ അവന്റെ കല്യാണമാ. അതെങ്ങനെ നടക്കും? നാളെ കോടതിയിൽ ഹാജരാക്കും. മിനിമം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും.